ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ചേർത്ത് നിർത്തുമ്പോഴാണ് അവർ ഈ സമൂഹത്തിനെ ഗുണപരമായ രീതിയിലേക്ക് മാറുക ഉള്ളൂ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന ഇന്നിവിടെ അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഈ അനുമോദന സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയ്ക്ക് ഈ നാടിനും ഏതൊരു ജനകീയ വിഷയങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും കുട്ടാവ് ഇരിക്കൂർ പ്രദേശത്ത് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജവഹർ ചാരിറ്റി ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ എം.വി. ജനേട്ടനെ ഈ സദസ്സിലേക്ക്, ഈ യോഗത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ A.T. നസീർ അവരുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കൂട്ടാവ് പ്രദേശത്തെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ജവഹർ ചാരിറ്റി ആൻഡ് കൾച്ചറൽ ഫോറം മുന്നോട്ട് പോകുന്നത്. വരും കാലങ്ങളിലും നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇരിക്കൂറിലും ഇതിൻ്റെ എല്ലാ മേഖലയിലും നമ്മുടെ ഇതേ ചാരിറ്റി വിപണന രംഗത്ത് നിനക്കറിയാം, ഞാനൊക്കെ ചാരിറ്റി രംഗത്ത് വ്യക്തിത്വമാണ്. നമുക്ക് ഇന്ന് കാണുന്ന പോലെയല്ല ഇന്നത്തെ ഓരോ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ വീട്ടിൻ്റെ അകത്തളങ്ങൾക്ക് ഇറങ്ങിയാൽ മാത്രമേ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് ആൾക്കാർക്കുള്ള സഹായം നമുക്ക് നൽകാൻ കഴിയണം. അത് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അനുമോദിക്കുന്ന മുഴുവൻ ആൾക്കാരെയും എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഞാൻ ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്നു. ജയ്. ഇവിടെ ഇന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങുന്ന ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച അധ്യാപകൻ ശ്രീ K.P. സുനിൽകുമാർ മാഷ്, സുനിൽ ഉള്ളോലിടം എന്ന തൂലികാനാമത്തിൽ വളരെ പ്രൗഢമായ ലേഖനവും കവിതയും അതോടൊപ്പം തന്നെ മികച്ച ഒരു ചിത്രകാരനും ആർട്ട് ഡയറക്ടർ കൂടിയായ ശ്രീ സുനിൽ മാഷെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇരിക്കൂറിലെ അധ്യാപകനായി വന്നതിന് ശേഷം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സഹായിക്കുന്ന, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട സുനിൽ മാഷെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുട്ടാവിലെ ഈ ഒരു മനോഹരമായ ചെറു സംഗമം തീർച്ചയായും ഇന്ന് അതിൻ്റെ എല്ലാ ഭംഗിയും ഒത്തിണക്കിക്കൊണ്ട് മാണിക്യത്തെ അല്ലെങ്കിൽ മുത്തിനെ തൻ്റെ മകൻ്റെ പേരിലേക്ക് കൊണ്ടുവന്ന പിതാവിൻ്റെ അതേ ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരുടെ മനസ്സിലേക്കും കടന്നു വരേണ്ടത്. കാരണം ഏതാണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു വർഷത്തിൻ്റെ പ്രായം പോലും ആകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഒരു സാംസ്കാരിക വേദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇരിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി എന്ന പദം സുപരിചിതമാണ്. ഞാൻ എന്നെക്കുറിച്ച് ഇവിടെ കാര്യമായി സംസാരിക്കുന്നതിലപ്പുറത്ത് ഇനി വരുന്ന സമയങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഏറ്റവും മികച്ചതെന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2001 ഞാൻ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്കൗട്ടിംഗ് മേഖലയെ തിരഞ്ഞെടുത്തുകൊണ്ട് 30 വീടുകളെ ദത്തെടുത്തുകൊണ്ട് ചെയ്തൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്ന് പ്രധാനമന്ത്രി പുരസ്കാരം വാങ്ങുകയുണ്ടായി. 2009-10 വർഷങ്ങളിൽ അധ്യാപകരുടെ പഠനോപകരണ നിർമ്മാണ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുകയുണ്ടായി. 2010 നൂതന അധ്യാപകർക്കുള്ള 1 ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു കണ്ണൂർ വെച്ച്, അത് നേടുവാൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് കലാമേഖലയിൽ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ഒരു കലാസംവിധാനം എങ്ങനെയാവണം, ഒരു അധ്യാപകൻ എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ 2013 തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം, തിക്കുറിശ്ശി പുരസ്കാരം കലാസംവിധാന മേഖലയിൽ നേടുവാൻ സാധിച്ചു. ഇരിക്കൂറിൻ്റെ, പ്രത്യേകിച്ച് കുട്ടാവിൻ്റെ പ്രദേശം മനസ്സിൽ നന്മകളുടെ ഒരു വിളനിലമാവട്ടെ എവർക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
ഈ ഒരു പരിപാടിക്ക് സർവോപരി ജവഹർ ചാരിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. നമസ്കാരം. ഉമ്മൻചാണ്ടി സാറെ അനുസ്മരിച്ചുകൊണ്ട് ചൈത്രവാഹിനി സമാചാർ ഓൺലൈൻ മാഗസിൻ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കീഴ്പ്പെടുത്ത് നിസ്താർ. ഒരുപക്ഷെ നിസ്താർക്ക് വളരെ മനോഹരമായി എഴുതുമെന്ന് നമുക്കറിയാം. എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് തന്റെ ഉള്ളിലെ കഴിവുകളെ, ഈ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ രേഖപ്പെടുത്താനും എഴുതുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിന്റെ തെളിവായിരുന്നു ചൈത്രവാഹിനി നടത്തിയ നിരവധി പേർ പങ്കെടുത്ത ആ ഉപന്യാസ മത്സരത്തിൽ അദ്ദേഹം 1ാം സ്ഥാനം നേടിയത്. ഒരു ഓൺലൈൻ മത്സരത്തിൽ കേരളാടിസ്ഥാനത്ത് നടക്കുമ്പോൾ ഈ കൊച്ചു ഗ്രാമത്തിൽ എന്നെ സംബന്ധിച്ചുള്ള എഴുതി അതിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു മോഹവും എൻ്റെ പക്ഷത്തുണ്ടായിട്ടില്ല. പക്ഷേ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് നെഹ്റു യുവ കേന്ദ്രത്തിൽ നിന്നൊരു സമ്മാനം കിട്ടിയിരുന്നു, ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയതിൻ്റെ ഒരു 2nd പ്രൈസ്. അത് നെഹ്റു യുവ കേന്ദ്രത്തിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ അതോട് ചേർത്ത് വായിച്ചു, ഞാൻ എഴുതുകയായിരുന്നു. എന്താണ് എഴുതിയതിൻ്റെ ചുരുക്കഭാഗം ഞാൻ പറയാം. 2 പേജിൽ കവിയാതെ അദ്ദേഹത്തെ വർണ്ണിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അസാധ്യമായ കാര്യമാണ്. എൻ്റെ ഭാഷയിൽ ഞാൻ എഴുതിയത് അങ്ങൊരു മതിലായിരുന്നു. ആ മതിലുകൾക്കപ്പുറം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങളുടെ നിര്യാണമായിരുന്നു, നിങ്ങളുടെ മരണമായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഒരു ചെമ്പക പൂമതി ഈ പ്രദേശത്തെ ആഘമാനം സുന്ദരമാക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാക്കാനുള്ള ഒരു ചെമ്പക പുഷ്പം മാത്രം മതി എന്നതുപോലെയാണ് താങ്കളുടെ ജീവിതത്തിൻ്റെ ചര്യകളിൽ താങ്കൾ വാർത്തെടുത്തത്. ആ ശോഭനമായ ആ താങ്കളുടെ ജീവിതത്തിൻ്റെ ചര്യകളാണ് ഈ ജനം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ മരണത്തോടനുബന്ധിച്ച് ജനകീയമായ കേരളത്തിൻ്റെ അങ്ങുന്നിങ്ങോളമുള്ളൊരു ജനസാന്ദ്രത, ഒരു ജനപ്രവാഹം കടൽ പോലെ തിരമാലകൾ പോലെ ഒഴുകിയെത്തത് എന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി നമുക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വർണ്ണ നിറത്തിലുള്ള ആ സുന്ദരമായ ആ മാനവികത ഉൾക്കൊണ്ട, സൗഹാർദ്ദം ഉൾക്കൊണ്ട ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി പകർത്തുക എന്നുള്ളതാണ്. ഇന്നിവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ ആദരവ് ഏറ്റുവാങ്ങിയ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടുകയാണ്. കാരണം ഒരു സമൂഹം തന്നെ ആദരിക്കപ്പെട്ടു, തൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ വെച്ച് എൻ്റെ ഒരു സമൂഹം എന്നെ ആദരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ എല്ലാ ചെയ്തികളിലും ഒരുപാട് ഉയരങ്ങളിലെത്താനുള്ള ശ്രമം, അത് നാടിന് വേണ്ടിയുള്ള ശ്രമമായി അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ചാരിറ്റി ട്രസ്റ്റ് എന്ന് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു റിട്ടയർഡ് ലൈഫാണ്. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ സംഘടന ഇന്നിവിടെ നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം, ഈ ആദരവ് ഞാൻ വളരെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരുപാട് കൃതജ്ഞത കൂടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. നിങ്ങളുടെ ഈ മഹത്തായ ഈ സംരംഭത്തിന്, അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. എന്നെ ശ്രമിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്.